അപ്പം ഇവിടെ ഞാൻ അങ്ങനെ നടക്കുമ്പോൾ കുറേ ദൂരം നടന്നു, വഴി തെറ്റി നടന്നു. ഈ സ്ക്വയറിലേക്ക് വരുന്ന ഏതെങ്കിലും തെരുവിൻ്റെ ഓരത്തായിരിക്കും വിചാരിച്ച് നടന്നു. ഞാനങ്ങനെ ചെല്ലുമ്പോൾ 2-3 ചെറുപ്പക്കാർ അവിടെ ഒരു വാതിൽക്കലിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർ തന്നെയാണ്. അവർ സിഗരറ്റ് വലിക്കാൻ വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെവിടെ ഈ ഹോട്ടൽ? ഈ ബുട്ടിക് റൂംസ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിരിക്കുന്ന അതിൻ്റെയൊക്കെയുള്ള എൻട്രൻസിലാണ്, ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് കയറിക്കോളൂ, അകത്ത് ചെല്ലുമ്പോൾ ഒരു ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് കയറി 6ാം നിലയിൽ ചെന്നാൽ മതി. അതായത് 7 നിലയുള്ള ഈ കെട്ടിടത്തിൻ്റെ 6ാം നിലയിൽ മാത്രമാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ എല്ലാ നിലകളിലും ചിലതിൽ ബാങ്കുണ്ട്, ചിലതിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, ഇൻഷുറൻസ് കമ്പനിയുണ്ട്, ഇങ്ങനെ പലതും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലിഫ്റ്റ് കയറി ഞാൻ 6ാം നിലയിലെത്തി. 6ാം നിലയിലെത്തുമ്പോഴും അവിടെ ഒരു ഹോട്ടലിൻ്റെ റിസപ്ഷനോ ഒന്നുമില്ല. നമ്മളൊരു കോറിഡോറിലേക്ക്, ഇടനാഴിയിലേക്ക് ചെന്ന് കയറുന്നത്. അവിടെ അതിൻ്റെ അറ്റത്ത് ഒരു ഭാഗത്തൊരു ചെറിയ ഡോറുണ്ട്. അവിടെ ഒരു നമ്പർ, പാസ്വേഡ് അല്ലെങ്കിൽ പിൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ തുറക്കുന്ന ഒരു വാതിലുണ്ട്. ഞാൻ അവിടെ പോയി ഒരു ബട്ടൺ, അതിൽ പിൻ നമ്പരൊന്നും അല്ലാത്ത മറ്റൊരു ബട്ടണുണ്ട്. അത് ഞെക്കുമ്പോൾ അകത്ത് ഒരു സ്പീക്കറുണ്ട്. ഇതിൽ ആ സ്പീക്കറിലൂടെ അകത്ത് റിസപ്ഷനിസ്റ്റിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. യേസ് ബുട്ടീക്ക് റൂംസ്, ഹു ഈസ് ദാറ്റ് എന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നത് തിരിച്ച്, ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ടൂറിസ്റ്റാണ്, ഐ ഹാവ് ബുക്ക് എ റൂം. ഉടനെ ഏതോ ഒരു ബട്ടൺ ഞെക്കാൻ അവർ പറയുന്നു. നമ്മളത് ഞെക്കുന്നു, വാതിൽ തുറക്കുന്നു, അകത്തേക്ക് കയറി ചെല്ലുന്നു. ഒരു പെൺകുട്ടിയായിരിക്കുന്നത്, ഒരു 18-20 വയസ്സ് പ്രായം കാണും. അവൾ വളരെ ഫ്രണ്ട്ലി ആയൊരു പെൺകുട്ടി, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. ഈ ഒരൊറ്റ പെൺകുട്ടിയാണ് ഈ എൻ്റെ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റും എല്ലാത്തരം ജോലികളും ചെയ്യുന്നതെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ വാതിൽ തുറന്നു തരാനോ അല്ലെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞ ജോലി തന്നെയോ ഇല്ല. രാത്രി 11 മണി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്കൊരു പാസ്വേഡ് തരും, ഒരു പിൻ നമ്പർ തരും. അത് ഞെക്കി ഹോട്ടലിനകത്ത് കയറിക്കണം, തന്നെത്താൻ പോയി മുറിയിൽ പോകണം. അങ്ങനെയാണ്. പിന്നെ ജീവനക്കാരൊന്നുമില്ല അവിടെ. അത്ര ഒരു ഹോട്ടൽ, ഒരു ബജറ്റ് ഹോട്ടൽ എന്ന് വേണേൽ പറയാം. 6000 രൂപയാണെങ്കിലും അത് ബജറ്റ് ഹോട്ടൽ തന്നെയാണ്. അതെ. ചെക്ക് ഇൻ ചെയ്തു. മുറി ഒരു കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ ഇത്തരത്തിലൊരു ബഡ്ജറ്റ് ഹോട്ടൽ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. മനോഹരമായ ലൈറ്റിങ്, ഗംഭീരമായൊരു മുറി, വളരെ ചെറിയ മുറിയാണ്, പക്ഷേ എല്ലാ നല്ല മോഡേൺ ഫെസിലിറ്റികളെല്ലാം ഉള്ളത്. മുറിക്കകത്തേക്ക് ചെന്നു. 10-12 മുറികൾ കാണും, അത്രേ ഉള്ളൂ. അവിടെ ഞാൻ ബെൽഗ്രേഡിലെ എൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. മുറിയിലേക്ക് ബാഗ് കൊണ്ടുപോയി വെച്ച് ആ കട്ടിലൊന്ന് ഇരിക്കുമ്പോഴാണല്ലോ നമ്മളുടെ മുറിയിൽ നമ്മൾ എത്തിയെന്ന് നമുക്കൊരു തോന്നലുണ്ടാവുക. ഇനി ബെൽഗ്രേഡിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഇവിടെ ഞാൻ അങ്ങനെ നടക്കുമ്പോൾ കുറേ ദൂരം നടന്നു, വഴി തെറ്റി നടന്നു. ഈ സ്ക്വയറിലേക്ക് വരുന്ന ഏതെങ്കിലും തെരുവിൻ്റെ ഓരത്തായിരിക്കും വിചാരിച്ച് നടന്നു. ഞാനങ്ങനെ ചെല്ലുമ്പോൾ 2-3 ചെറുപ്പക്കാർ അവിടെ ഒരു വാതിൽക്കലിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർ തന്നെയാണ്. അവർ സിഗരറ്റ് വലിക്കാൻ വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെവിടെ ഈ ഹോട്ടൽ? ഈ ബുട്ടിക് റൂംസ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിരിക്കുന്ന അതിൻ്റെയൊക്കെയുള്ള എൻട്രൻസിലാണ്, ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് കയറിക്കോളൂ, അകത്ത് ചെല്ലുമ്പോൾ ഒരു ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് കയറി 6ാം നിലയിൽ ചെന്നാൽ മതി. അതായത് 7 നിലയുള്ള ഈ കെട്ടിടത്തിൻ്റെ 6ാം നിലയിൽ മാത്രമാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ എല്ലാ നിലകളിലും ചിലതിൽ ബാങ്കുണ്ട്, ചിലതിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, ഇൻഷുറൻസ് കമ്പനിയുണ്ട്, ഇങ്ങനെ പലതും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലിഫ്റ്റ് കയറി ഞാൻ